കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഭഗവാൻ പൃഥുമഹാരാജാവിനോട് പറഞ്ഞു തുടങ്ങിയ ആ ഭാഗം ഒന്നും കൂടെ കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സദാചാരനിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ ലോകത്തിൽ ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. കാരണം ശരീരമല്ല ആത്മാവെന്ന സത്യം അവർക്കറിയാം. അവർ എന്തുകൊണ്ടാണ് ഒരു ജീവിയെയും ദ്രോഹിക്കാത്തത്? ഒന്ന്, നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരാണ്. നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവർക്ക് ശരീരമല്ല ആത്മാവ് എന്ന സത്യം അറിയാം. ആത്മാവ് എന്നുള്ളതിന് പല അർത്ഥങ്ങൾ പറയാമെങ്കിലും അവയർനെസ് ആണ് ആത്മാവ്. വന്നു പോകുന്നത് എന്നുള്ള ധാതുവിൽ നിന്നാണ് ആത്മാവ് എന്നുള്ള ആത്മശബ്ദം ഉണ്ടാകുന്നത്. വന്നു പോകുന്നത് എന്നൊക്കെ അർത്ഥം. പ്രാണൻ എന്നൊരർത്ഥമുണ്ട്. ബോധം എന്ന അർത്ഥമാണ് ഇവിടെ ശരിയാവുക. നമ്മളുടെ ധാരണ നമ്മൾ ഈ ശരീരമാണ് എന്നാണ്. ഈ ശരീരമാണ് എന്ന ധാരണയാണ് മിക്കവാറും എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഈ ശരീരവുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പല രീതിയിലുള്ള ഭേദചിന്തകളിൽ പെട്ടുപോകുന്നത്. അത് അടുത്ത് തന്നെ പറയും. ഇപ്പൊ ശരീരമാണ് നമ്മളെന്നുള്ള ഭാവമാണ് നമുക്കുള്ളത്. സുഷുപ്തിയിൽ നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ശരീരമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ശരീരവുമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലും ഉണ്ട് എന്ന് ഇപ്പോൾ കരുതുന്നത്. നമ്മളുടെ താദാത്മ്യം ശരീരമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രായമാകുമ്പോൾ അംഗീകരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. ബോധത്തിന് പ്രായമാവുകയില്ല. പക്ഷെ ബോധം ശരീരമാണ് എന്ന് ധരിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പ്രായവ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം ശരീരമല്ല ആത്മാവ്, പിന്നെന്താ ആത്മാവ്? ശരീരമല്ല ആത്മാവെങ്കിൽ പിന്നെന്താണ് ആത്മാവ്? ആത്മാവ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. നമ്മൾ ധരിക്കുന്നത് നമ്മൾ ശരീരമാണ് എന്ന ചിന്ത നമുക്കുള്ളത് കൊണ്ട് ആണ് നമ്മൾ ധരിക്കുന്നത് ഞാൻ ഒരു വസ്തുവിനെ കുറിച്ച് ബോധമുള്ളയാളാകുന്നു എന്ന് നമ്മൾ ധരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ ഒരു വസ്തുവിനെ കാണുന്നു അറിയുന്നു എന്ന് പറയുവാൻ കാരണം ഞാൻ ശരീരമാണ് എന്ന ചിന്ത നമുക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബോധം ആണ് വാസ്തവത്തിൽ ഞാൻ എന്ന ഭാവത്തെയും ഞാൻ അറിയുന്ന വസ്തുവിനെ കുറിച്ചും ഉള്ള ബോധത്തെ ഉണ്ടാക്കുന്നത്. ബോധമുണ്ടാകുമ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നത്, അല്ലാതെ എനിക്ക് ബോധം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അറിവുണ്ടാവുകയല്ല ചെയ്യുന്നത്. അറിവ് അവയർനെസ് ഉണ്ടാകുമ്പം ആ അവയർനെസ്സിനോടൊപ്പം ഉണ്ടാകുന്നതാണ് ഞാനും ഞാൻ അറിയുന്ന വസ്തുവും. ഇപ്പം ഞാൻ ശരിക്കും ബോധമാണ്, അവയർനെസ് ആണ്. അതുകൊണ്ടാണ് ഒഴിവിലൊടുക്കത്തിൽ മഹർഷി പറഞ്ഞത് എന്നെ അറിയുന്ന അറിവാണ് ഞാൻ. തമിഴിലുള്ള ഒരു ശൈവ ഗ്രന്ഥമാണത്. ഇതേ കാര്യം തന്നെ നിസർഗദത്ത് മഹാരാജും പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദാറ്റ് ബൈ വിച്ച് ഐ നോ ഐ ആം. അദ്ദേഹം മറാഠിയിലാണ് പറഞ്ഞത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്, ഐ ആം ദാറ്റ് ബൈ വിച്ച് ഐ നോ ഐ ആം. എന്നെ അറിയുന്ന അറിവാണ് ഞാൻ. ആ അറിവ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതാണ് ആത്മാവ്. അത് ശരീരമല്ല. ശരീരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തിൽ ആ അവയർനെസ് ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ശരീരവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. ശരിക്കും അറിവ് ആണ് എന്നെ ജനിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ധരിക്കുന്നത് ഞാൻ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ശരീരമല്ല ആത്മാവെന്ന സത്യം അവർക്കറിയാം. ആർക്കാണോ ശരീരമല്ല താൻ എന്ന സത്യത്തെ അറിയാവുന്നവര് അവരൊന്നിനെയും ദ്രോഹിക്കുകയില്ല. കാരണം ആത്മാവല്ലാതെ ബോധമല്ലാതെ അറിവല്ലാതെ വേറെയൊന്നും ഇല്ല. അപ്പൊ ദ്രോഹിക്കാൻ വേറെ ഒന്നുമില്ല. ദേഹാഭിമാനം മൂലമാണ്
ഭേദഭാവം ഉണ്ടാകുന്നത്. ദേഹത്തിൽ അഭിമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പരിമിതി ഉണ്ടാകും. നമ്മുടെ ശരീരം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ഞാൻ അവസാനിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ. അപ്പം ഈ ഭൗതികമായിട്ടുള്ളതുമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്നത് പരിമിതമായതാണ്. ആ പരിമിതമാകുമ്പം, ബോധം പരിമിതമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഭേദഭാവന ഉണ്ടാകും. ഞാൻ ഉണ്ടാകുമ്പോൾ, പരിമിതനായ ഞാൻ ഉണ്ടാകുമ്പോൾ നീയും നിന്റേതും ഉണ്ടാകും. ദേഹാഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദേഹം എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എന്തൊക്കെ എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നുവോ അതെല്ലാം എന്നെ പരിമിതപ്പെടുത്തുന്നതാണ്. ആ പരിമിതിയാണ് ഭേദഭാവത്തെ ഉണ്ടാക്കുന്നത്. ഭേദഭാവനയാണ് ഹിംസയുടെ അടിസ്ഥാന കാരണം. ഞാനും നീയും ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻ്റേതും നിൻ്റേതും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റേതിനെ സംരക്ഷിക്കേണ്ടുന്ന ഒരാവശ്യകത എനിക്കുണ്ടാകും. നിൻ്റേതിനെ എൻ്റേതാക്കാനുള്ള ഒരു ത്വരയും എനിക്കുണ്ടാകും. അതാണ് ഹിംസ. കൊല്ലുന്നത് മാത്രമല്ല ഹിംസ. ഈ മത്സരബുദ്ധി ഹിംസയാണ്. നിന്നേക്കാൾ മുമ്പേ എത്തുവാനുള്ള എൻ്റെ അദമ്യമായ ആഗ്രഹം ഹിംസയാണ്. അത് വയലൻസാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ പിടിച്ചടിക്കലും കൊല്ലലും മാത്രമൊന്നുമല്ല. ഈ മാത്സര്യ ബുദ്ധി ഹിംസയാണ്. മാത്സര്യ ബുദ്ധി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭേദഭാവം ഉണ്ടാകുമ്പോഴാണ്. ഞാനും നീയും എന്ന വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് മത്സരമുണ്ടാകുന്നത്. മത്സരമുണ്ടാകുമ്പോഴാണ് എൻ്റേതിനെ സംരക്ഷിക്കേണ്ടുന്ന ആവശ്യകത ഉണ്ടാകുന്നത്, നിൻ്റേത് എൻ്റേതാക്കുവാനുള്ള ത്വരയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഒരു പ്രാവശ്യം തോന്നുന്നു പറഞ്ഞത്. അതായത് ഈ മത്സരം ഒഴിവാക്കേണ്ടതാണ്. ഷഡ്വൈരികളിൽ ഒന്നായിട്ടാണ് നമ്മൾ മത്സരത്തെ കാണുന്നത്. കാരണം വൈരികളോട് നമുക്ക് ഹിംസാത്മകമായ സമീപനമാണ് ഉണ്ടാവുക. അപ്പൊ മത്സരം വാസ്തവത്തിൽ നമ്മളിൽ ഹിംസാത്മകമായിട്ടുള്ള ഒരു വികാരത്തെയാണ് ഉണർത്തുന്നത്. ആധ്യാത്മിക പന്ഥാവിലൂടെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നവരെങ്കിലും മത്സരങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. ഷഡ്വൈരികളിൽ ഒന്നായ മത്സരത്തെ ഇല്ലാതാക്കാൻ പറയുന്ന വേദികളിൽ അതിനുപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ മത്സരത്തിന് വിധേയമാക്കുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? രാമായണം ക്വിസ് കോമ്പറ്റീഷൻ, ഗീത റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, അതൊക്കെ ഈ കോമ്പറ്റീഷൻ എന്നുള്ളത് ലൗകികമായ പ്രക്രിയയാണ്. ഭേദഭാവത്തിൽ ജീവിക്കുന്നവർക്കിടയിലുള്ളതാണ് മത്സരബുദ്ധി. അതെന്തിനാണ് രാമായണത്തിലൂടെയും ഗീതയിലൂടെയും നമ്മുടെ കുട്ടികളിലേക്ക് ഊട്ടിയുറപ്പിക്കുന്നത്? അല്ലാതെ തന്നെ സ്കൂളിലൊക്കെ ആവശ്യത്തിലധികം മത്സരങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ലേ? എവിടെയെങ്കിലും ഒരിടത്ത് അവർക്ക് അവരായി നിൽക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? അവരുടെ കഴിവുകളെ മറ്റൊരാളുടെ കഴിവുകളോട് തുലനം ചെയ്യാതെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ? എന്നേക്കാൾ നന്നായിട്ട് നീ ചൊല്ലുമോ, നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ ചൊല്ലുമോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഗീത ചൊല്ലുവാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പോൾ പറയുന്നൊരു ഉത്തരം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും ഇത് ചൊല്ലുകയില്ല. ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പം അവർക്ക് ഇതൊക്കെ രാമായണത്തെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും, ഗീതയെ ചൊല്ലാൻ ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇതൊക്കെ ചൊല്ലിയ ഒരുപാട് പേര് ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവില്ലേ? അവരിൽ ആ ചൊല്ലിയത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? അർത്ഥമറിയാതെ ശ്ലോകം ചൊല്ലുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാക്കാനാ? ഇനി അർത്ഥം അറിഞ്ഞാൽ തന്നെ ഇതൊക്കെ മാറ്റം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത്
നിർമത്സരരായിട്ട് അവരവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ സാധിക്കട്ടെ. എനിക്ക് രാമായണത്തെക്കുറിച്ച് ഇത്ര അറിയാം, എനിക്ക് രാമായണത്തെക്കുറിച്ച് ഇത്രയുമേ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ ഇതാ പറയുന്നു, ഒരു മത്സര ബുദ്ധിയുമില്ലാതെ എൻ്റെ കഴിവുകളെ എനിക്ക് പ്രകടിപ്പിക്കുവാനുള്ള വേദികൾ ആധ്യാത്മിക മേഖലകളിലെങ്കിലും ഉണ്ടാകണ്ടേ. ഉണ്ടാകാത്തതിൻ്റെ കാരണം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് ഒട്ടും പറ്റുകയുമില്ല. അതിൻ്റെ കാരണം ആചാര്യസ്ഥാനത്തിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും വെറും ലൗകികരാണ് എന്നുള്ളത് കൊണ്ടാണ്. ആധ്യാത്മിക ആചാര്യസ്ഥാനത്തിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും വെറും ലൗകികരാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭേദഭാവനയിലാണ് മത്സരം. അഭേദഭാവത്തെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, എല്ലാം ഒന്നിൻ്റെ തന്നെ ഭാഗമാണ് എന്ന ബോധം വരുത്തുവാൻ വേണ്ടിയിട്ട് മഹർഷീശ്വരന്മാർ ചമച്ച മഹനീയമായ കൃതികളെ ഭേദഭാവനയ്ക്ക് വളം വയ്ക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ലൗകികമാണ്, അത് ആധ്യാത്മികമല്ല. അതുകൊണ്ട് ഭേദഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി രചിക്കപ്പെട്ട കൃതികളെയെങ്കിലും ഭേദഭാവന വളർത്തുന്ന മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതല്ലേ എന്നുള്ളത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. ദേഹാഭിമാനം മൂലമാണ് ഭേദഭാവനയുണ്ടാകുന്നത്. ഭേദഭാവനയാണ് ഹിംസയുടെ അടിസ്ഥാനം. ഹിംസ എന്ന് കേൾക്കുമ്പോൾ കൊല്ലുക എന്ന് മാത്രം എടുക്കരുത്. ഹിംസ എന്നുള്ളത് എന്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് ഹിംസയാണ്. ഭേദഭാവനയിലാണ്. ഈ ഭേദഭാവനയിൽ എങ്ങനെയാ ഹിംസ ഉണ്ടാവുന്നത്? ഞാൻ നീ മാത്രല്ല, ഞാൻ അപ്പുറമുള്ളത്, ഐ അതർ. ഈ അതർ വരുമ്പോൾ, മറ്റുള്ളത് വരുമ്പോൾ ആണ് ഈ വക മത്സര ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. ശരീരാഭിമാനം ഉണ്ടാകുന്നതാകട്ടെ വേണ്ടത്ര ചിന്താശക്തി ഇല്ലാത്തത് കൊണ്ടും. അപ്പം ഈ ഭേദഭാവനയെ മറികടക്കാൻ എന്തുപയോഗിക്കണം? ചിന്താശക്തിയെ ഉപയോഗിക്കണം. വിശകലനം, ആധ്യാത്മികമായ അവബോധത്തോടു കൂടിയുള്ള വിശകലനം നടത്തണം. എന്തൊന്നാണോ തൻ്റേതാക്കാൻ ശ്രമിക്കുന്നത്, എന്തൊന്നിനെയാണോ താൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അതിനെയെല്ലാം നിഷ്കർഷയോടുകൂടി വിശകലനം ചെയ്യണം. ആ വിശകലനത്തിലൂടെ ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവ് ദേഹാഭിമാനത്തെ ഇല്ലാണ്ടാക്കും. മനോബുദ്ധി അഹംകാര ചിത്താനി നാഹം എന്നുള്ള സ്തോത്രമൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല. അതൊക്കെ മനോഹരമായ ഈണത്തിൽ ചൊല്ലിയത് കൊണ്ട് ആ ബോധം ഉണ്ടാവുകയില്ല. കാക്ക 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 എന്ന് പറഞ്ഞതുകൊണ്ട് കാക്കയുണ്ടാകാൻ പോകുന്നില്ല. അതേപോലെ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്നൊക്കെ ഉള്ള ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ളത് ചൊല്ലിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിലെ സത്ത ഉൾക്കൊണ്ട് വിശകലനം ചെയ്യണം. താൻ എന്തൊക്കെയായിട്ടാണോ താദാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നത് അതിനെയെല്ലാം വിശകലനം ചെയ്യണം. അങ്ങനെ സൂക്ഷ്മമായ വിശകലനത്തിന് നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. അതുകൊണ്ടാണ് 3-ാമത്തെ സ്കന്ധത്തില് കപിലമുനി സാഖ്യശാസ്ത്രത്തെ വളരെ വിസ്തരിച്ച് വെളിപ്പെടുത്തി തന്നത്. സാഖ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീര ശൈവ സമ്പ്രദായം അനുസരിച്ചാണ്. കാശ്മീര ശൈവ സമ്പ്രദായം മാത്രമല്ല, സൈദ്ധാന്തിക ശൈവ സമ്പ്രദായം അനുസരിച്ച് 36 തത്വങ്ങളാണുള്ളത്. ആ 36 തത്വങ്ങൾ അനുസരിച്ച് വിശകലനം ചെയ്താലും ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. സസൂക്ഷ്മമായിട്ടുള്ള, ഇനിയും അങ്ങനെയല്ല, മോഡേൺ സയൻസ് ഉപയോഗിച്ചാണ് വിശകലനം ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിശകലനം ചെയ്യുവാൻ വളരെ ശക്തമായ ഒരു ടൂളാണ് ഫിസിക്സിൻ്റെത്. ആ ഫിസിക്സ് ഉപയോഗിച്ച് വിശകലനം ചെയ്തോളൂ. അപ്പോഴും ഇത് മുഴുവൻ ഒന്നിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത്
ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളാണ്, വൈവിധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇട്ടാവട്ടത്തിലുള്ള ഞാൻ എന്നുള്ള ബോധം ക്രമേണ മാറും. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള വിമർശനാത്മകമായ വിശകലനം ബോധത്തെ വികസിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, ശരീരാഭിമാനം ഉണ്ടാകുന്നതാകട്ടെ വേണ്ടത്ര ചിന്താശക്തി ഇല്ലാത്തത് കൊണ്ടും. ചിന്താശക്തി ഇല്ലാത്തത് കൊണ്ടാണ് മഹിഷാസുരൻ അതിസുന്ദരിയായിട്ടുള്ള പരാശക്തിയുടെ തിരുസ്വരൂപത്തെ കണ്ടപ്പോൾ മോഹിച്ച് ഭ്രമിച്ച് മരണം പോകിയത്. ആ കണ്ട കാഴ്ചയെ വിമർശനാത്മകമായി വിശകലനം ചെയ്തിരുന്നുവെങ്കിൽ അത് പരമ്പൊരുളാണ് എന്നും തൻ്റെ തന്നെ അന്തഃസത്തയാണത് എന്നും തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എല്ലാ ദേവാസുര യുദ്ധവും അതുപോലെ തന്നെയാണ്. ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തിനോടാണോ ആകർഷണം തോന്നുന്നത്, എന്തിനോടാണോ ഒട്ടലുണ്ടാകുന്നത്, അതിനെ ചിന്തിക്കണം. ആ വസ്തുവിനെ വിമർശനാത്മകമായി വിശകലനം ചെയ്യണം. തന്നെയും വിമർശനാത്മകമായി വിശകലനം ചെയ്യണം. അങ്ങനെ ഇതിനൊക്കെ അതിസൂക്ഷ്മമായ ബുദ്ധി അനിവാര്യമാണ്. അതിസൂക്ഷ്മമായ ബുദ്ധി അനിവാര്യമായതുകൊണ്ടാണ് ഗായത്രി മന്ത്രം നമ്മുടെ മഹർഷിമാര് നമുക്ക് സമ്മാനിച്ചത്. അതിസൂക്ഷ്മമായ ബുദ്ധിയാണ് പ്രചോദിതമായ ബുദ്ധി. ആ പ്രചോദിതമായ ബുദ്ധി കൊണ്ടാണ് തിരിച്ചറിവുകൾ ഉണ്ടാവുക. ആ തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വിമർശനാത്മകമായ വിശകലനം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുമ്പോൾ, ഇവിടെ ഭാഗവതത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് സാഖ്യയോഗങ്ങളാണ്. സാഖ്യശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യുമ്പോൾ ദേഹാഭിമാനം ഇല്ലാതാകും. അതിന് നിർവാണ ഷട്കം ഈണത്തിൽ ചൊല്ലിയാൽ അത് സാധിക്കുകയില്ല. അതിന് ചിന്തിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താൻ ഈ ഇട്ടാവട്ടത്തിലുള്ള ബോധമല്ല എന്ന തിരിച്ചറിവുണ്ടാകും. തൻ്റെ ചിന്തകളാണ് തൻ്റെ ബോധത്തെ പരിമിതപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാകും. ചിന്തകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമുക്കൊന്നുകൂടി വായിക്കാം. സദാചാരനിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ ലോകത്തിൽ ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. കാരണം ശരീരമല്ല ആത്മാവെന്ന സത്യം അവർക്കറിയാം. ദേഹാഭിമാനം മൂലമാണ് ഭേദഭാവം ഉണ്ടാകുന്നത്. ഭേദഭാവനയാണ് ഹിംസയുടെ അടിസ്ഥാന കാരണം. ശരീരാഭിമാനം ഉണ്ടാകുന്നതാകട്ടെ വേണ്ടത്ര ചിന്താശക്തി ഇല്ലാത്തതുകൊണ്ടും. അങ്ങയെപ്പോലുള്ള മഹാപുരുഷന്മാർ ദേഹാഭിമാനത്തെ ഉളവാക്കുന്നതിന് പര്യാപ്തമായ ഭഗവത് മായയാൽ സമ്മോഹിതരായി പോകുന്നുണ്ടെങ്കിൽ ദീർഘകാലമായി അനുഷ്ഠിച്ചു പോരുന്ന ജ്ഞാനസമ്പാദനം ശ്രമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? പൃഥു മഹാരാജാവ് അനുഷ്ഠിച്ചിട്ടുള്ള സകല യജ്ഞങ്ങളെ കുറിച്ചും വീണ്ടും വിചാരം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ് ഭഗവാന്റെ വാക്കുകൾ ഇവിടെ. അങ്ങയെപ്പോലെയുള്ള മഹാപുരുഷന്മാർ ദേഹാഭിമാനത്തെ ഉളവാക്കുന്നതിന് പര്യാപ്തമായ ഭഗവൻ മായയാൽ സമ്മോഹിതരായി പോകുന്നുണ്ടെങ്കിൽ ദീർഘകാലമായി അനുഷ്ഠിച്ചു പോരുന്ന ജ്ഞാന സമ്പാദന ശ്രമം കൊണ്ട് എന്തു പ്രയോജനമാണ് ഉണ്ടായത്? ആധ്യാത്മികമായിട്ടുള്ള സാധന അനുഷ്ഠിക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് വീണ്ടു വിചാരത്തോടുകൂടി തിരിഞ്ഞു നോക്കേണ്ടത് അനിവാര്യമാണ്. താൻ ഇത്രയും കാലം ചെയ്ത സാധനയുടെ ഫലം തൻ്റെ നിത്യജീവിതത്തിൽ എന്താണ്
എന്നുള്ളത് സസൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തേണ്ടതാണ്. ഭേദഭാവനയ്ക്കൊരു ഭംഗവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഭേദഭാവനയിൽ നിന്നായിരിക്കാം തുടങ്ങുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കാലം കുറെ കഴിഞ്ഞിട്ടും സാധനകൾ ചെയ്തിട്ട് ഭേദഭാവനയ്ക്ക് ഒരാക്കവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ നടന്ന വഴികളെ കുറിച്ച് ഒരു വീണ്ടുവിചാരം നടത്തേണ്ടത് ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ട് അന്ധമായി വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നവർക്കുള്ളതല്ല വികസിത ബോധം. തൻ്റെ ചെയ്തികളെ നിരന്തരം വീണ്ടുവിചാരത്തിന് വിധേയമാക്കിക്കൊണ്ട് കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ബോധവികാസം. ഏത് ആധ്യാത്മിക സാധന ചെയ്യുന്നതായാലും കുറച്ചു കാലം അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നിത്യജീവിതത്തിലുള്ള അനുരണനം എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന സാധന, നാം ആരാധിക്കുന്ന ഈശ്വരൻ എങ്ങനെയാണ് ഇടപെടലുകൾ നടത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. സ്ഥാനക്കയറ്റം കിട്ടുവാനും ധനം കൂടുതൽ ഉണ്ടാക്കുവാനും ബന്ധങ്ങളെ നിലനിർത്തുവാനും മറ്റും ആണ് ഈശ്വരനെ ആരാധിക്കുന്നത് എങ്കിൽ, കാര്യം കാണാനാണ് ഈശ്വരനെ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന ആധ്യാത്മികമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈശ്വരനെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം ആധ്യാത്മികമാവുകയില്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. നിങ്ങൾ ദിവസവും ഭഗവതി സേവ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ ദിവസവും കൃഷ്ണനെ പൂജിക്കുന്നുണ്ടാകാം, നിങ്ങൾ എല്ലാ പ്രദോഷങ്ങളും വ്രതം നോൽക്കുന്നുണ്ടാകാം. നിങ്ങളതെല്ലാം ചെയ്യുന്നത് ഭൗതികമായ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ആധ്യാത്മികം അല്ല. അത് ബോധവികാസത്തിന് സഹായിക്കുന്നതല്ല. തുടക്കം ഒരു പക്ഷേ അങ്ങനെയാകാം, പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എങ്കിൽ ഒരു വീണ്ടുവിചാരം നടത്തേണ്ടത് ആവശ്യമാണ്. ആ വീണ്ടുവിചാരത്തിന് കുറച്ച് ദിവസങ്ങൾ ഇടവേള കൊടുത്ത് ആ വീണ്ടുവിചാരം നടത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം.